അല്ലേ? ഇന്ന് നമ്മുടെ ഹെയർ കെയർ സീരീസിന്റെ ഡേ 6 ആണ് കേട്ടോ. അപ്പൊ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഒരു മുടക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഹെയർ പാക്കിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. ഒന്ന് ചെമ്പരത്തി ഇല, പിന്നെ ഒന്ന് നമ്മുടെ കറ്റാർ വാഴ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഹെയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു പ്രശ്നമില്ല, നമ്മുടെ ഹെയറിന് അടിപൊളി സാധനമാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത്. നമ്മൾ ചെമ്പരത്തി താളിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ. നമ്മുടെ താരൻ പോകാൻ വേണ്ടിയിട്ട് അടിപൊളി ഹോം റെമഡിയാണ്. നമ്മുടെ മുടി തിക്നെസ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമുള്ള ചെമ്പരത്തി ഇല പറിച്ചെടുക്കാം. ഇപ്പോൾ പൊതുവേ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെമ്പരത്തിയിലൊക്കെ നിറയെ പുഴുക്കളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം പുഴുവൊന്നും ഇല്ലാത്ത ഇല നോക്കി ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിറ്റാമിൻ എയും സിയും അമിനോ ആസിഡുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തിയിൽ. അതുകൊണ്ട് തന്നെ ഇത് അരച്ച് പുരട്ടുന്നത് കൊണ്ട് നമ്മുടെ തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിലൂടെ രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെയും മുടി വളർച്ച ഉത്തേജിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു ടൈമിലും നമുക്ക് ചെമ്പരത്തിയുടെ പൂവും ഇലയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. താരം മാറാൻ നമ്മുടെ ചെമ്പരത്തി നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ചെമ്പരത്തിക്ക് പ്രകൃതിദത്ത ഒരു ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് സ്ഥിരമായി പുരട്ടുന്നത് തലയോട്ടി നന്നായി വൃത്തിയാക്കാനും താരൻ മറ്റ് അണുക്കളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചെമ്പരത്തിയുടെ ഗുണങ്ങൾ ഒന്നിലും കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് പറയാൻ പറ്റില്ല. ചെമ്പരത്തി മുടിയിൽ ഒരു പ്രകൃതിദത്ത കണ്ടീഷണറായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പുരട്ടുന്നത് മുടി മൃദുവും മിനുസമാർന്നതും തിളക്കമാർന്നതുമായി നിലനിർത്തുന്നതിന് സഹായിക്കും കേട്ടോ. അപ്പോൾ മുടിയുടെ സ്വാഭാവിക ഈർപ്പം നിലനിർത്താനും വരൾച്ച തടയാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കോമൺ പ്രോബ്ലം ആണ് മുടിക്ക് ഉള്ളുകുറവ് എന്നത്. അപ്പോൾ അതിനൊരു നാച്ചുറൽ ആയിട്ടുള്ള സൊല്യൂഷനാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി. ചെമ്പരത്തിയിലെ പോഷകങ്ങൾ കെരാറ്റിൻ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത് മുടിയുടെ ഘടനയ്ക്കും കരുത്തിനും വളരെ പ്രധാനമാണ്. ഇതുവഴി നമ്മുടെ മുടിയുടെ കനവും കരുത്തും ഉള്ളും വർദ്ധിപ്പിക്കാൻ ചെമ്പരത്തി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേ ഞാൻ ഇത്രത്തോളം ചെമ്പരത്തി ഇല പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ 5 ഇതളുള്ള ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. അപ്പോൾ 1-2 കറ്റാർ വാഴപ്പോളം നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഒരു കറ്റാർ വാഴപ്പോളം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ, ആ മഞ്ഞ കളറ് ഫ്ലൂയിഡ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പാക്കിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാനിവിടെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം വലിപ്പമുള്ളതല്ല എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം ലെവലിലുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഹെയറിൻ്റെ ഒട്ടുമിക്ക പ്രോബ്ലവും മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഞാൻ ഈ ചെമ്പരത്തിയില നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് പുഴുവിൻ്റെ ശല്യമുണ്ട് ചെമ്പരത്തിയിൽ. അപ്പം നല്ല ഇല നോക്കി പറിക്കുക. പിന്നെ ഞാനിവിടെ ദേ മാറ്റി വെച്ചിരുന്ന യെല്ലോ ഫ്ലൂയിഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പം യെല്ലോ ഫ്ലൂയിഡൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിന് നമുക്ക് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ചെമ്പരത്തി ഇല ഇടുന്നുണ്ട്. ഒരു ശകലം പോലും വെള്ളം ചേർക്കാതാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ചെമ്പരത്തി ഇല ഇട്ടു. ഇനി നമുക്ക് ഈ കറ്റാർവാഴ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കറ്റാർവാഴ എടുക്കുമ്പോൾ ജെല്ല് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലാതെ ഇതിൻ്റെ സ്കിന്നും കൂടി എടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ജെല്ല് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലാതെ സ്കിന്നും കൂടെ ചേർത്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ സ്കിന്നും കൂടെ ചേർത്താണ് കട്ട് ചെയ്തിടുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ ജോലി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും കറ്റാർവാഴ എടുത്തതുകൊണ്ട് തന്നെ നമുക്കിനി എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ പേസ്റ്റ് രീതിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ തലയിൽ ഇത്രയേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ വാഷ് ചെയ്യുമ്പം നമ്മൾ ഷാമ്പു ഇട്ടതിന് തുല്യമാവും കേട്ടോ. നന്നായിട്ട് തന്നെ ആ ഒരു എഫക്റ്റ് നമ്മുടെ മുടിയിൽ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. നിങ്ങളുടെ മുടിയിൽ എത്രത്തോളം വേണമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജെല്ല് പോലെ നല്ല തിക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വാഷ് ചെയ്ത് കളയാൻ ഒരു പാടുമില്ല, വേഗം തന്നെ പൊക്കോളും. അപ്പോൾ ഇതിനി നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നാച്ചുറലായിട്ടൊരു ഷാമ്പു ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനായിട്ട് നമ്മൾ ആദ്യം ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ വെച്ച് നമ്മൾ തല നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഹെയർ പാക്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ കാച്ചിയ എണ്ണയാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. വേണ്ടവരൊന്ന് കയറി നോക്കുക. ഞാൻ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ തലയിൽ ഓൾറെഡി എണ്ണ ഉണ്ട് എങ്കിലും ഏതൊരു പാക്ക് എടുക്കുമ്പോഴും എനിക്ക് എൻ്റെ തലയിൽ എണ്ണ തേച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ
അതിലേക്ക് എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, താരൻ സ്കാൽപ്പിലാണല്ലോ. അപ്പം നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ കൊടുക്കാം. എണ്ണ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തലയിലേക്ക്. നല്ല തിക്കായിട്ടുള്ളതാണ്. നമ്മുടെ പാക്ക് തലയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്കാൽപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹെയറിൽ ഇട്ട് കൊടുത്താൽ മതി. താരൻ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടാണ്. ഇത് ഞാനിനി ഒരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയട്ടെ. ഏതൊരു ഹെയർ പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഒരു 20 മിനിറ്റ് മാക്സിമം വെച്ചാൽ കേട്ടോ. അത് കൂടുതൽ വെച്ചാൽ കൂടുതൽ റിസൾട്ട് കിട്ടും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് നിങ്ങൾ മാക്സിമം വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് നോർമൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ഇത് ഷാമ്പൂ ചെയ്ത് കളയണം എന്ന് നിർബന്ധമുള്ളൂ. ഷാമ്പൂ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും താരൻ കൂടുതലുള്ളവർ വീക്ക്ലി 2 ഒക്കെ തേക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് താരൻ കുറേ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തായാലും ഇന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ ബൈ ബൈ, സീ യു.